ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നമ്മുടെ ഓർക്കിഡിന്റെ ഒരു വിശേഷമായിട്ടാണ് കേട്ടോ. നമ്മുടെ ഓർക്കിഡ് ഡെൻഡ്രോബിയം യായ കോമ്പാക്റ്റത്തിന്റെയൊക്കെ മിനിയേച്ചർ ചെറിയ സീഡ്ലിങ്സ് നമ്മുടെ തെങ്ങിൻ തടിയിൽ നട്ടിട്ട് അതിനകത്ത് വന്ന ആദ്യത്തെ പൂവൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു അപ്ഡേഷനാണ്. ഞാൻ വീഡിയോയിൽ ഒത്തിരി വീഡിയോസിൽ ഓർക്കിഡിൻ്റെ നടുന്ന രീതിയും അത് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാവാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിന് പൂക്കൾ ഉണ്ടാക്കാൻ എന്തൊക്കെ വളമാണെന്നൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ അത് തന്നെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിന് മുമ്പൊരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിലൂടെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ജാൻസി വർഗീസ് എന്നുള്ളത് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ ഒരിക്കലും പറയാറില്ല നമ്മുടെ വീഡിയോസിലൂടെയോ അല്ലെങ്കിൽ പോസ്റ്റിലൂടെയോ ഒന്നും പറയാറില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ഞാനൊന്ന് പറയുന്നു, ഞാൻ പറയാത്തതിൻ്റെ പേരിൽ ഫോളോ ചെയ്യാതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉപകാരപ്രദമായ ചെടികളുടെയും സാരികളുടെയും അല്ലെങ്കിൽ മറ്റ് പുറത്ത് നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു, കാരണം കമൻസ് ഒക്കെ കാണുമ്പോൾ അത് അറിയാൻ പറ്റും. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ജാൻസീസ് പാരഡൈസ് കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൽ ഓൾ എന്ന ബട്ടണും കൂടി എനേബിൾ ചെയ്യണം. കാരണം പലരും ചോദിക്കുന്നുണ്ട് വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഞാൻ വീഡിയോ എല്ലാ ആഴ്ചയിലും 1-2 വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാൻ വിട്ടുപോകുന്നതാണോ അതോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതാണോന്ന് അറിയില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തെങ്ങിൻ തടിയിൽ കോമ്പാക്റ്റം വെറൈറ്റിയുടെ കുറച്ച് സീഡ്ലിങ്സ് ഞാനത് ഫിറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ഇതേപോലെ തെങ്ങിൻ തടിയോ അല്ലെങ്കിൽ ഉണങ്ങിയ മരക്കമ്പുകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ വേരോട്ടം കിട്ടുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓർക്കിഡ് ചെടികൾ അധികം ചൂട് ഇഷ്ടപ്പെടുന്നവരല്ല, അധികം വെയിൽ ഇഷ്ടപ്പെടുന്നവരല്ല, പക്ഷേ പാർഷ്യലി വെയിൽ വേണം. അതുപോലെ തന്നെ ഇതേപോലെയുള്ള അധികം വേരുകളൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്, ചീഞ്ഞു പോകാത്ത രീതിയിലുള്ള പ്രതലമൊക്കെയാണ് വേണ്ടത്. പണ്ടൊക്കെ നമ്മൾ ചകിരിയിലും ചകിരി ഇതിലൊക്കെ കഷ്ണങ്ങളിലൊക്കെയാണ് ഇത് വെച്ചിരുന്നത്. അപ്പോൾ ഒച്ചിൻ്റെ ഇത് കൂടുതൽ, അതുപോലെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് എയറിൽ നിന്നും വളം വലിച്ചെടുക്കാം, അത്യാവശ്യം നല്ലൊരു കൂളിംഗ് അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക. ഇതേപോലെയുള്ള ചകിരിയുടെയൊക്കെ പൊടി ഒന്ന് പൊതിഞ്ഞു വെച്ചാൽ അവർക്കത് സേഫായിട്ട് ഇരിക്കാൻ പറ്റും. എന്നാൽ വേരുകളൊക്കെ പുറത്തേക്ക് വരാവുന്ന രീതിയിലുള്ളൊരു പ്രതലമാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ചെടികളൊക്കെ ഇതുപോലെ PVC പൈപ്പിൽ കയറ് ചുറ്റിയിട്ടും പച്ച നെറ്റൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ലതാണ്. ഞാനൊരു പരീക്ഷണത്തിൽ ഞങ്ങൾ വീട്ടിലൊരു തെങ്ങ് വെട്ടിയപ്പോൾ ഒരു 3-4 എണ്ണത്തിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചു. ചെറിയ സീഡ്ലിങ്സാണ് അവയിൽ നട്ടത്. അതെല്ലാം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ആദ്യത്തെ പൂവ് ദേ വന്നു. കോമ്പാക്റ്റം യായ കോമ്പാക്റ്റത്തിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് വീട്ടിലൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷം പങ്കുവച്ചതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇവയ്ക്ക് സ്പ്രേ വളങ്ങളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 19 ഞാൻ എപ്പോഴും പറയാറ്. അതുപോലെ ഗ്രീൻ കെയർ നല്ലതാണ്, മിറാക്കിൾ 20 നല്ലതാണ്. അപ്പോൾ അതൊക്കെ NPK ആണ്. ഈ NPK വളങ്ങളാണ് ഇവയ്ക്ക് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് 19 ഫോളിയാറ് നമുക്ക് ഒരു പിങ്ക് നിറത്തിലാണ് അത് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ഒരു 5 ഗ്രാം എടുത്ത് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ ഒരു ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഇവയ്ക്ക് അടിച്ചു കൊടുത്താൽ ഇത് നല്ലോണം പൂക്കൾ തരും. ആദ്യം തന്നെ ഇവയ്ക്കൊന്ന് വളരാനുള്ള ഒരു ഇതാണ് കൊടുക്കേണ്ടത്. കുഞ്ഞു തൈകൾ കൊണ്ടുവച്ചാൽ ഒരു വർഷമെങ്കിലും നമ്മളൊന്ന് കാത്തിരുന്നാലാണ് നല്ല ഒരു രീതിയിൽ വളർന്ന് അതിനകത്ത് സ്പൈക്ക് വരുള്ളൂ. ചിലപ്പോൾ അതിന് മുമ്പും വരും. അത് നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ചിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് ഞാനത് വല്ലപ്പോഴൊക്കെയാണ് ഇതിനധികം കെയർ ചെയ്യാൻ കിട്ടുന്നത്. ഇന്നൊരു അവധി ദിവസം കിട്ടിയപ്പോൾ ഇവയുടെ കൂടെ ഉണ്ട്. ഇന്ന് ഞാനത് സ്പ്രേ ചെയ്യാനെടുത്തത് 19 5 ഗ്രാം. ഇതിപ്പോൾ 2 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുത്തു. ഞാനിപ്പോൾ സ്പ്രേ ചെയ്ത് ചെടികളിലൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട വളമാണ്. അപ്പോൾ NPK വളങ്ങൾ. ഇനി ഇതേപോലെ പൂവൊക്കെ ഉണ്ടായി ചെടി നല്ല പുഷ്ടി വന്നു, പൂക്കൾ ഉണ്ടാവാനായിട്ട് മടിക്കുന്നുണ്ടെങ്കിൽ തോന്നിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് നൈട്രജൻ കുറവുള്ളതും എന്നാൽ ഫോസ്ഫറസും പൊട്ടാസ്യം കൂടുതലുള്ള NPK, അതായത് ഇപ്പോൾ ഗ്രീൻ കെയറിൽ തന്നെ കിട്ടും. അപ്പോൾ റേഷ്യോ കൂടുതലുള്ളത് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് ഡെൻഡ്രോബിയൊക്കെ നല്ല രീതിയിൽ ഇതേപോലെ പൂക്കൾ തരും. പിന്നെ ഒരു കാര്യമുള്ളത്, ഇനി നമുക്ക് ചൂടുകാലത്ത് കുറച്ച് സ്ലോ ആണ് പൂക്കൾ ഉണ്ടാവലും, അതിൻ്റെ വളർച്ചയൊക്കെ കുറച്ച് കൂടുതലാണ്. ഇനി നമുക്ക് തണുപ്പുള്ളൊരു സമയം വരെയാണ്. ഇപ്പോഴാണ് ഇവയൊക്കെ സംരക്ഷിക്കേണ്ടത്. നല്ല രീതിയിൽ കുറച്ചൊക്കെ മഴ കൊണ്ടുവന്ന ഇത് കുഴപ്പമൊന്നുമില്ല, ഒരു കാറ്റടിയൊക്കെ കൊണ്ടുവന്ന ഇത് കുഴപ്പമില്ല. നിർത്താതെ പെയ്യുന്ന മഴയത്ത് ഓർക്കിഡ് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. ഇവയ്ക്കൊരു പാർഷ്യൽ വെയിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളും നോക്കുക. ചെറിയ തൈകൾ കൊണ്ടു നട്ടിട്ട് പൂക്കൾ ഉണ്ടാവുന്നില്ല, വളരുന്നില്ല എന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അവർക്ക് കൊടുക്കേണ്ട വളം തീർച്ചയായിട്ടും കൊടുക്കണം, കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓർക്കിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.